ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം AK ആൻ്റണി എന്ന ആദർശധീരൻ്റേതാണ്. കാരണം ആദർശധീരൻ്റെ കുപ്പായം വിടുകയും ആ ആദർശങ്ങൾ എത്രമാത്രം പാലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും ഒരു ക്ലീൻ ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ മാത്രം നോക്കുകയും പാർട്ടിയുടെ ബലമോ ബലക്കേടോ നോക്കാതെ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ഓടി ഒളിക്കുന്ന AK ആൻ്റണിയെയും പരാജിതനായി 5 പൈസ പോലും പിന്നെ ഇല്ല, ബഡ്ജറ്റ് ഖജനാവിലില്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടും കേരളത്തിൻ്റെ നാണം കെടുത്തിയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് മോഹൻ സാറിന് പറയാനുള്ളത്? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, എല്ലാ രംഗത്തും ജനങ്ങളെ കബളിപ്പിക്കാൻ, അല്ലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, ജനങ്ങൾ ആരാധിക്കുന്ന ഇമേജുള്ള ചില ബിംബങ്ങൾ പുറത്തേക്ക് നടത്തും. ഇപ്പം ഇതാണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ മഹാത്മാഗാന്ധി, അഖിലേന്ത്യാ തലത്തിൽ ക്രൈസ്തവ സഭയാണ് യേശുക്രിസ്തു, NSS ആണ് മന്നത്തുൽപ്പനാണോ ചട്ടമ്പിസ്വാമിയോ, SNDP ആണെങ്കിൽ ശ്രീനാരായണ ഗുരു, കുമാരനാശൻ, ഇങ്ങനെ ഇമേജ് ഉള്ളവരെ കുറേ പേരെ പുറത്ത് കാണിച്ച് അതിൻ്റെ പുറകിൽ നിന്ന് പിന്നാലെ തൊട്ട് പുറകിൽ നിൽക്കുന്നവർ ചെയ്യുന്ന വൃത്തികേടുകൾ കണക്കില്ല. ഇവിടെ ആൻ്റണി ഉമ്മൻചാണ്ടി ബന്ധം ഏറെക്കുറെ ഇത്തരത്തിലായിരുന്നു. ഉമ്മൻചാണ്ടി ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ട്, കോൺഗ്രസിൻ്റെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചതുകൊണ്ട് ധാരാളം കോൺഗ്രസ്സുകാരായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് വേണ്ട സാമ്പത്തിക ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഉൾപ്പെടെയുള്ള എല്ലാം ഉണ്ടാക്കുക എന്നുള്ള ബാധ്യത ഉമ്മൻചാണ്ടിക്ക് വന്നു. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് ആ സംഘടന ആ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ക്ലീൻ ഇമേജുള്ള ഒരാളെ നിർത്തണം. അതിന് വേഷം കെട്ടി രംഗത്ത് വന്ന ആളാണ് സാക്ഷാൽ AK ആൻ്റണി എന്നാണ് എൻ്റെ നിഗമനം. ഒത്തിരി ആൻ്റണിയെ പറ്റി ഇത്രയും ഡ്യൂപ്ലിസിറ്റി ആൻ്റണിയുടെ എല്ലാ സമയത്തും എടുത്തിട്ടുണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ ഈ AK ആൻ്റണി KPCC പ്രസിഡൻ്റായ സമയത്ത് ഒരു പത്രത്തിലാണോ മാസികയിലാണോ എന്നറിയില്ല, തപ്പി വേണം പറയാം, ഒരു വാർത്ത വന്നു. എങ്ങനെയാണ് വന്നത്? ആ ഏപ്രിൽ ഫൂൾ ദിനത്തിൽ AK ആൻ്റണി KPCC പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പക്ഷേ AK ആൻ്റണി KPCC പ്രസിഡൻ്റായത് എല്ലാവരും ഫൂളാക്കാൻ വേണ്ടിയാണെന്നുള്ളത് പിന്നെ കാലാകാലങ്ങളിലാണ്. ഒന്നിനോട് കൂറില്ല, എന്നാൽ എല്ലാം ഞാൻ മൂലമാണ് നടക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള AK ആൻ്റണിയുടെ കഴിവ്, അതിനുള്ള ചെപ്പടി വിദ്യകൾ, ഞാൻ ആദർശവാനാണെന്ന് കാണിക്കാനുള്ള ചെപ്പടി വിദ്യ, അങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ചില അക്കാഡമിക് ചർച്ചകളിൽ കൃത്യമായിട്ട് പറയാറുണ്ട്, ഇമേജ് ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്ന രാഷ്ട്രീയക്കാരെല്ലാം സമൂഹത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിന് നാശമാണ് ഉണ്ടായിട്ടുള്ളത്. പല ആൾക്കാരുടെയും പറയാം. ഇപ്പോൾ ജനതാ പാർട്ടി ഇയാൾ VP സിംഗ്, ഹെഗ്ഡെ, പിന്നെ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ EMS ഒക്കെ ഇമേജിൻ്റെ ആൾക്കാരാണ്.